അപ്പോഴാണ് ഇസ്ലാം ആദ്യമായി വിശപ്പറിയുന്നത്, പട്ടിണി എന്താണെന്നറിയുന്നത്, ഫാമിൻ എന്ന് പറയുന്ന കാര്യം എന്താണെന്നറിയുന്നത്. ഒരു പ്രദേശത്തെ, ചെറിയൊരു പ്രദേശത്തെ ആളുകൾ പട്ടിണിയിലേക്ക് കടന്നു. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അന്ന് അനുഭവിച്ച അവരുടെ പട്ടിണിയെ കുറിച്ച് പറയുന്ന ഒരു ഹദീസുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരിക്കൽ മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വന്നു. അങ്ങനെ മൂത്രമൊഴിച്ചു കൊണ്ടിരിക്കുമ്പോ ഞാൻ മൂത്രമൊഴിക്കുന്നതിന്റെ അടിയിൽ ഒരു ചെറിയ ഒട്ടകത്തിന്റെ ഉണങ്ങിയ തൊലിക്കഷ്ണം കാണുകയാണ്. ഞാൻ ആ തൊലിക്കഷ്ണം മെല്ലെ എടുത്തു. മൂത്രം പുരണ്ട ആ ഉണങ്ങിയ ഒട്ടകത്തിന്റെ ചെറിയ തൊലിക്കഷ്ണം ഞാൻ എടുത്ത് ഞാനതിനെ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാനത് ഭക്ഷണമായി കഴിച്ചത് 3 ദിവസമാണ് എന്നാണ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അബീ താലിബിലെ സങ്കടകരമായ വിശപ്പിന്റെ ആ കാലത്തെ വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ വിശപ്പിന് 3 ദിവസം ആശ്വാസം നൽകിയത് ഈ പറയുന്ന മൂത്രം പുരണ്ട ഒട്ടകത്തിന്റെ ചെറിയ ഉണങ്ങിയ തൊലിക്കഷ്ണമാണ് അദ്ദേഹത്തിന്റെ വിശപ്പ് തീർത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഇസ്ലാമിന്റെ ആദ്യകാലം, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള കാലം